ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് ഒന്നും കൂടെ വരട്ടെ. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരുമ്പോൾ ആ ഒരു സാധനം പറഞ്ഞല്ലോ, അത് എന്തൊക്കെയാണ് നമ്മൾ ഇന്റൻഷനലി ചെയ്യുന്നതല്ല, അല്ലാതാണെങ്കിൽ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഫാഷനിൽ നമ്മൾ കുറച്ചൊന്ന് നമ്മളൊന്ന് അപ്ഗ്രേഡ് ആണ് എന്ന് നമ്മൾ തന്നെ സ്വയം ഇത് ചെയ്യുന്ന ഒരു സമയമായിരിക്കും. ഈവൻ ഇൻ പക്ഷേ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ഏജ് ടൈം കേട്ടോ. ഇപ്പോഴേ നമ്മൾ അതല്ല, ഇപ്പം നമ്മൾ കേരളത്തിൽ അതൊന്നും ഒരു വിഷയമുള്ള ബാംഗ്ലൂരിൽ പോയിട്ട് വന്ന എന്താ ഞാൻ ചോക്കിയപ്പോൾ ഇയേഴ്സ് ബാക്ക് അതൊരു ഭയങ്കര സംഭവമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ആളെന്ന് പറയുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ +2 കഴിയുമ്പോഴേ ക്രൈസ്റ്റിൽ പഠിക്കാൻ പിള്ളേർ പോകുമ്പോൾ നമ്മൾ ക്രൈസ്റ്റിൽ ഇപ്പൊ ആ വാവല്ല ക്രൈസ്റ്റിൽ പോകണം. ഓക്കെ, വി ആർ ഓൾ സെറ്റ്, നമ്മൾ ഈക്വൽ അവിടെ എന്തോ ആ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡോണ്ട് ജഡ്ജ് ബൈ ഇത് ഏജ്, ഈ ടൈമുമായിട്ട്. അന്നാണ് നമ്മളിപ്പം ആ ഡെനിംസിലോട്ടും നമ്മൾ അന്ന് കുറച്ച് ഫാഷൻ അപ്ഡേഷൻ ഉള്ള ഒരു സമയം ആയിരുന്നു ബാംഗ്ലൂർ നമ്മളെക്കാൾ സിറ്റി വൈസ്. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതിൽ ആ പബ് കൾച്ചർ ആയാലും അവിടുത്തെ ഒരു ഫാഷൻ ഇതായാലും, ആൻഡ് യു വിൽ ഗെറ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ആ ഒരു ക്രൈസ്റ്റിൻ്റെ ഒരു ആംഗ്ലിക്കനിസം, ഒരു ഇംഗ്ലീഷ് സാധനം വരും. ഇവിടെ വരുമ്പോൾ നമുക്കത് കളിയാക്കപ്പെടുമായിരുന്നു ആ സമയത്ത്. Now it is very common, people going to Bangalore and studying. Bangalore എന്നൊരു വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ കുറെ പേര് മൈഗ്രേറ്റ് ആണല്ലോ ഇവിടുന്ന്, അതാണ് കോണ്ടിനെന്റ് കടന്നു. ചേട്ടൻ്റെ നമ്മൾ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റ്സ് ചേട്ടൻ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതായത് ചേട്ടൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് വരുന്ന കമൻറ്റ് ഒരു വിക്രം പ്ലസ് പൃഥ്വിരാജ് കോമ്പിനേഷൻ. പക്ഷേ എനിക്ക് നേരിട്ട് നോക്കിയിട്ട് എനിക്കൊരു ചെറിയ വിക്രം കോമ്പിനേഷൻ തോന്നുന്നു. അതുപോലെ ഒരു ടർക്കിഷ് ആക്ടറുണ്ട്, ഇംഗ്ലീഷ് ടീച്ചർ ആയത് കാരണം എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. യെസ് ജാനിയമ്മൻ. പുള്ളിയെ പോലെ ഇരിക്കുന്നു. അപ്പം ഞാൻ ഇതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം എനിക്കൊരു ചെറിയ സിമിലാരിറ്റി തോന്നി. അപ്പം അതിന് അദ്ദേഹവും എപ്പോഴും ഡെനിം പരിപാടിയും ഒരു ചെയിനൊക്കെ ആയിട്ട് താടിയൊക്കെ ആയിട്ട് ബ്രോഡ്. സോ ജോയ് വാസ് വെരി സിമിലർ ടു ദാറ്റ് കൈൻഡ് ഓഫ് അറ്റയർ. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് ആ പുള്ളിയായിട്ട് കമ്പാരിസൺ വന്നത് കുറേ നാൾ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് പോപ്പ് ചെയ്യുന്നതാണ്, ഏതെങ്കിലും എൻ്റെ ചില ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു വിക്രം ലുക്കൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ അവൾ പറഞ്ഞ സാധനങ്ങൾ, കേട്ട സാധനങ്ങളാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ കോംപ്ലിമെന്റ്സ് കേൾക്കുമ്പോൾ ചേട്ടൻ എന്താ ഫീൽ ചെയ്യുക? ഞാൻ ടു ബി റിയലി ഓണസ്റ്റ്, അതെന്നെ സന്തോഷിപ്പിക്കുന്നൊന്നുമില്ല. ഐ ജസ്റ്റ് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി, ഐ സ്മൈൽ. കാരണം ഞാൻ ഭയങ്കര ഞാനെന്നുള്ള വ്യക്തിയാണ്. ഞാൻ കുറച്ച് എൻ്റെ ഐഡൻറ്റിറ്റി യൂണീക്ക് ആയിരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. സോ നോ കമ്പാരിസൺ ഓഫ് റിസംബ്ലൻസ് വിൽ മേക്ക് മീ റിയലി എക്സൈറ്റഡ്. പക്ഷേ ഇവരൊക്കെ പറയുമ്പോൾ ഒരു ഓക്കെ ചിരിക്കും, അതല്ലാതെ ഒരു എന്നെ അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നതല്ല ഈ കമ്പാരിസൺസ് ഒന്നും. ഒരു ടീച്ചർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മളിങ്ങനെ ആൾക്കാരോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ പ്രൊനൗൺസിയേഷനൊക്കെ തെറ്റിച്ച് പറയുമ്പോൾ ദേഷ്യം വരാറുണ്ടോ അല്ലെങ്കിൽ തിരുത്തി കൊടുക്കാറുണ്ടോ? ദേഷ്യമൊന്നുമില്ല, ബിക്കോസ് എൻ്റെ എല്ലാ പ്രൊനൗൺസിയേഷനും കറക്റ്റ് അല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷേ എനിക്ക് അറിയാവുന്നതിനെ ഞാൻ കറക്റ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട്, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ അല്ലേ? അത് എൻ്റെ വൈഫ് എപ്പോഴും പറയും, ഇത് നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി. എവിടെയോ നമുക്ക് ഫിനറ്റിക്സ് ഒക്കെ പഠിപ്പിച്ച സമയത്തൊക്കെ അത് എന്താ വെച്ചാൽ അത് രസമായിട്ട് പറയുന്ന ഭയങ്കര ഭംഗിയാണ് കേൾക്കാൻ. അതല്ലാതെ എൻ്റെ ഒരു അറിയാവുന്ന സാധനത്തിന് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഇൻറ്റൻഷൻ അറ്റ് ഓൾ. ഐ ജസ്റ്റ് വോണ്ട് യു, എനിക്കറിയാവുന്ന ഒരു വാക്കിനെ അത് നന്നായിട്ട് പറയുന്നൊരു അഴകുണ്ട്. ആ അഴക് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, പിന്നെ ചില സമയത്ത് നമ്മൾ പറയേ കാര്യം മനസ്സിലാവുന്നില്ലേ അത് മതി എന്ന് പറയും. ഇപ്പം ഞാൻ അങ്ങനെ വീട്ടിൽ മാത്രം ഞാൻ ആരും കറക്റ്റ് ചെയ്യാനൊന്നും പോകാറില്ല. കാരണം എൻ്റെ തന്നെ പല പ്രൊനൗൺസിയേഷൻസും ഭയങ്കര വിഷയമാണ്. കാരണം യു ടെൻഡ് ടു മിക്സ് വിത്ത് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ്. നമുക്ക് ആ ലിറ്ററേച്ചർ പഠിച്ചിട്ട് ഇതിൽ രണ്ട് തരം രണ്ട് ശരികളാണ് ഇവർക്ക്. അപ്പം അലുമിനിയം എന്നൊക്കെ പറയുന്ന പോലെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഏത് കറക്റ്റാണെന്നുള്ളതിന് ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ കാര്യത്തിൽ ഞാൻ പറയുന്നത് തെറ്റാറുണ്ട്. ഇപ്പോൾ എസ്തറ്റിക് എന്നായിരിക്കും അവർ പറയുന്നത്, നമ്മളെ എസ്തറ്റിക് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്, കുറച്ച് കടുപ്പെടുത്തൊക്കെ പിടിച്ചിട്ട്. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് അങ്ങനെ ആ വാക്കിനെ നല്ലതായിട്ട് പറയുന്നത് കേൾക്കാൻ നല്ല നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും എസ്തറ്റിക് ഇതിൻ്റെ നമ്മൾ വൊക്കാബുലറിയിൽ നിന്ന് പറഞ്ഞു പോകില്ലേ, ആ പറയുമ്പോൾ ചിലപ്പോൾ അതിന് എസ്തറ്റിക് എന്നൊന്നും പറയില്ല. അപ്പോൾ ഇത്രയും ഒരു സാധനങ്ങൾ ശ്രദ്ധിക്കാൻ ആദ്യമൊക്കെ ഞാൻ കുറച്ച്, because I loved phonetics. എനിക്ക് അതാ സംഭവം. People used to hate phonetics. I loved that paper. ഒരു പേപ്പർ ഉണ്ട് പഠിക്കാൻ, എപ്പോഴും അവർ എല്ലാവരും കളിയാക്കുന്ന ഒരു പീരീഡാണത്. എല്ലാവരും സാർ പഠിപ്പിക്കുമ്പോൾ ആ അധ്യാപകൻ അങ്ങനെ പറഞ്ഞേ പറ്റൂ, ലാൻഡൻ എന്നൊക്കെ പഠിപ്പിക്കും. അപ്പോൾ ഞങ്ങളന്ന് കളിയാക്കുന്നു, ലാൻഡൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പക്ഷേ ദർ ഇസ് നോ അതർ വേ ഔട്ട്, അങ്ങനെ തന്നെ പറയണം. പക്ഷെ ഞാൻ കംപ്ലീറ്റ് അല്ല. ഞാൻ ആസ് ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതും ആ ലാംഗ്വേജ് അതിൽ നമ്മൾ
വെൽ വേഴ്സ് ആവുന്നത് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. ഐ ക്യാൻ നെവർ ബി എ തരൂർ, ഐ ക്യാൻ നെവർ ബി സംബഡി എൽസ് ഹു ക്യാൻ സ്പീക്ക് ഇൻ ഗുഡ് ഇംഗ്ലീഷ് ഓൾവേസ്. പക്ഷേ ബ്യൂട്ടിഫുള്ളി നമുക്ക് സംസാരിക്കാൻ പറ്റിയത് നല്ലതാ. ഓക്കെ, വൈഫിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ലവ് മാരേജ് അല്ലായിരുന്നോ? ലവ് കം അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പം പ്രേമിക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് തോന്നിയിട്ടുണ്ടോ ചന്തു ചതിക്കുന്നു? ചതിക്കാത്ത ജന്തുവായിരുന്നോ? ചതിക്കാത്ത ജന്തു എന്ന് തോന്നിയിട്ടുണ്ട്? ഞാൻ ആരും ചതിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. ഒരു പെണ്ണിനെ ഞാൻ ചതിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരുപാട് റിലേഷൻസ് ഉണ്ടായ ആളല്ല. എനിക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻ ഉണ്ടായത് സ്വാതിയാണ്. എനിക്ക് അതിഭീകര പ്രേമം ഉണ്ടായിരുന്നു ഒരാളുമായിട്ട്, ഒരാളെടുത്ത്. പക്ഷെ എനിക്ക് ഭയങ്കര പ്രേമമാണത്. എനിക്ക് കംസ് ടു സ്വാതി എൻ്റെ ഫ്രണ്ടായിട്ടാണ് വന്നത്. അപ്പോൾ എനിക്കൊരു ആദ്യം സ്വാതിക്ക് അത് റിവേഴ്സ്, സ്വാതിക്ക് മറ്റേതായിരുന്നു. സ്വാതിയുടെ ഫസ്റ്റ് ലവ് ഇതായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഭയങ്കര ബഡിയായിരുന്നു സ്വാതി. എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ സഹിക്കാൻ കഴിവുള്ള, എനിക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന, അവൾക്ക് എന്നെ ബെയർ ചെയ്യാനും എനിക്ക് അവളെ ബെയർ ചെയ്യാനും പറ്റുമെന്ന് തോന്നിയൊരു മൊമെൻറ്റിലാണ് ദാറ്റ് ഹസ് ബിക്കം എ റിലേഷൻ. അത് മുമ്പോട്ട് പോയി. പിന്നെ കല്യാണത്തിലെത്തിയപ്പോഴത്തേക്കും വി ഹാഡ് തോട്ട്സ്. അങ്ങനെ ഇതായത് സ്റ്റിൽ ഷീ സ്റ്റാൻഡ് സ്ട്രോങ്. ഇപ്പം ഞാൻ എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമേ അറിയുന്നു പേഴ്സണലി. ഇപ്പോൾ നമ്മൾ സിനിമ ഉണ്ടാവാതിരിക്കുമ്പോൾ ഉള്ള നമ്മുടെ പേഴ്സണൽ സ്ട്രഗിൾസൊക്കെ ഇതൊക്കെ അവൾക്കറിയാം. മേ ബി കുറച്ച് 3-4 പേർക്ക് കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് ആണും പെണ്ണും ഉൾപ്പെടുന്ന ഒരു 4-5 പേര് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് എന്ന് പറഞ്ഞ് കൂടെ നിർന്നത്. അവരുടെ മുമ്പിൽ ഐ യെൽ ആൻഡ് ക്രൈ. അവളുടെ മുമ്പിൽ കരയാം, ഇവരുടെ മുമ്പിൽ കരയാമെന്ന് പറയുന്നൊരു ബഡിയാണ് എനിക്ക് സ്വാതി. സ്വാതി എൻ്റെ പേരെടുത്ത് സ്വാതി ആങ്ഷ്യസ് ആവുന്ന മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആങ്സൈറ്റി എനിക്ക് അവൾക്ക് ഉണ്ടോ എന്ന് തോന്നിപ്പിച്ച മൊമെൻറ്റ്സ് ഞാൻ ഈ ഇടയ്ക്ക് കടന്നു പോയിട്ടുണ്ട്. ബട്ട് വി ടുഗെദർ സ്റ്റാൻഡ് ബിക്കോസ് ദർ ഇസ് എ റീസൺ. മുമ്പൊക്കെ എനിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പോൾ ഫോർ ദ ബേബി. എനിക്ക് അവിടെ കിടക്കുന്ന കുഞ്ഞിനെ അവൻ്റെ സ്റ്റാൻഡേർഡ്സിലേക്ക് അവന് നാളെ വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റണം, ദിസ് ഈസ് മൈ ഫാദർ എന്ന്. അത് വി ഡിൻ ഫെയിൽ, ഹീ ഡിൻ ഫെയിൽ അസ് എന്ന് പറയാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒരു തീവ്രമായിട്ട് ഞാനിപ്പം ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് എന്നെ ചവിട്ടനും ഒതുക്കാനും ഒക്കെ നോക്കുന്നത് പോലെ തോന്നിയാൽ പോലും, സൈഡ് ലൈൻ പോയാൽ പോലും വീണ്ടും ഐ ജസ്റ്റ് വോണ്ട് ടു കം ആൻഡ് ഡു ഇറ്റ്. അതുപോലെ ശുക്രൻ സംഭവിച്ചത്. ഐ ബിലീവ് ഇൻ ഗുഡ് പീപ്പിൾ. അപ്പോൾ വൺ ഡേ ശുക്രൻ ടീം ഹാസ് കം. അവരെൻ്റെ അടുത്ത് കഥ പറഞ്ഞു. അവർ വളരെ വാല്യൂ തന്ന കഥ പറഞ്ഞു. നിങ്ങൾ ചെയ്ത് നന്നാവെന്ന് പറഞ്ഞ് കഥ പറഞ്ഞു. വിത്ത് ദ ഡ്യൂ റെസ്പെക്ട് ദേ ഹാവ് ഗിവൻ. ദേ വാണ്ടഡ് മീ ടു ഡു ദ ക്യാരക്ടർ. ദാറ്റ് ഈസ് ഹൗ യു ഹാവ് ടു ഗോ ഫോർ എ ക്യാരക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് ഞാൻ ചെയ്യണം അത്. ആൻഡ് വൺസ് ദാറ്റ് ഈസ് ഡൺ അവർ പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് ആ കാസ്റ്റിംഗ് ഞങ്ങൾക്ക് ഏറ്റവും വർക്കായി കിട്ടി. അങ്ങനെയൊക്കെ അതാണ് സന്തോഷം ഏറ്റവും. അപ്പോൾ എൻ്റെ ഒരു വേറെ ഏരിയ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റുമല്ലോ ഈ സിനിമ വഴി. എനിക്ക് അങ്ങനെ ഒരു, നിങ്ങൾ കാണുമ്പം വേറെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യ എന്ന് പറയുന്നത് എൻ്റെ ഹീറോയിൻ ഇരിപ്പുണ്ട്. അപ്പം അതിൻ്റെ ഇൻ്റർവ്യൂ പറയുവാണ് ഇങ്ങനെ, ചേട്ടാ ഇങ്ങനെ ഇത് 18ാം പടിയും ഫിനിക്സ് കണ്ടതിന് ശേഷം ഇതിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ അയ്യോ ചേട്ടൻ്റെ ആ ട്രാക്ക് മാറി കോമഡി ആയോ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആദ്യം വന്നു ആ കുട്ടി പറഞ്ഞു. ഞാൻ ആദ്യം ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ടഡ് ദാറ്റ് യു വിൽ ചേഞ്ച് ഇത് കാണുമ്പോൾ, സിനിമ കാണുമ്പോഴാണ്. സോ നമുക്ക് അറിയാത്തൊരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു, എനിക്കറിയാത്ത ജനത്തിന് അറിയാത്തൊരു എൻ്റെ ഒരു ഫൺ സൈഡുണ്ട്. അത് യൂഷ്വലി എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ സെറ്റിൽ പോകുമ്പോഴാണ്. ഓഫ് സ്ക്രീനിലാണ് നമ്മൾ കൂടുതൽ ഈ ബഹളവും ചിരിയും തമാശകളും. എൻ്റെ ക്യാരവൻ്റെ അകത്ത് ഫുൾ ടൈം ചിരിയും ബഹളമൊക്കെയാണ്. എന്നെ കാണുന്ന നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിൽ അല്ല, അത് ഇതിൽ ചേഞ്ച് ഫോർ എവർ. അപ്പോൾ ഡയറക്ടേഴ്സ് പറയും ഇത് ഇങ്ങനൊരു ഇതില്ലേ, നമുക്ക് അങ്ങനെ ഒരു ഏരിയ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ക്യാരക്ടർ ചെയ്തുകൂടാ. സോ ദെൻ ഐ റിയലൈസ്ഡ് ഹാവിങ് വാച്ച്ഡ് എല്ലാ എൻ്റെ സിനിമകൾ കണ്ടതിന് ശേഷം ഇവർക്കൊരു പ്രീഒക്കുപ്പൈഡ്, പിന്നെ എന്നെ കാണുമ്പോൾ ഉള്ള ഇതും എൻ്റെ ശബ്ദവും ഇതൊക്കെ കാണുമ്പോൾ ഇവർ ഓൾറെഡി ജഡ്ജ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഇത്തരം സീരിയസ് സാധനങ്ങളാണ്. പക്ഷേ ഇൻ ദ സർക്കിൾ ഐ ആം ദ ലൗഡസ്റ്റ്.